നമസ്തേ. യോഗയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സയാട്ടിക്ക കംപ്ലയിൻറ്റിൽ ഏത് ആസന ചെയ്യാം എന്നുള്ളതാണ്. ഇരുന്നു കൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആസനം നമുക്കിന്ന് ചെയ്യാം. ഗോമുഖാസന. ഗോമുഖാസന ചെയ്യുമ്പോൾ നമ്മളുടെ കാലിൻ്റെ പുറകിൽ, സയാട്ടിക്ക കംപ്ലയിൻറ്റ് മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ബാക്കിൽ നിന്നും കാലിൻ്റെ ഉപ്പൂറ്റി അല്ലെങ്കിൽ തള്ളവിരൽ വരെ നമുക്ക് ഒരു റേഡിയേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളുടെ നെർവ്സ് കംപ്രസ് ചെയ്യുന്ന ഒരു പെയിനാണത്. അപ്പോൾ അത് നമുക്ക് ഈ ഗോമുഖാസന കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ആ വേദന നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഇരുന്നു കൊണ്ട് ഗോമുഖാസന ചെയ്യാം. കാലുകൾ നീട്ടി വച്ചിരിക്കുക. രണ്ട് കാലും ക്രിസ് ക്രോസ് ചെയ്ത് മടക്കി വെക്കണം. ആദ്യം നമുക്ക് വലത്തെ കാല് ഇടത്തെ കാലിൻ്റെ അടിയിൽ കൂടെ എടുത്ത് സൈഡിൽ വയ്ക്കുക. അതിനുശേഷം ഇടത്തെ കാല് വലത്തെ കാലിൻ്റെ സൈഡിൽ വെക്കണം. വൺസ് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ സയാട്ടിക്ക പേഷ്യൻസിന് ഇത്ര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, ചെറിയൊരു പെയിൻ വരും. കാര്യമാക്കേണ്ട, ഏത് സൈഡാണോ നിങ്ങൾക്ക് പെയിൻ ഉള്ളത് ആ സൈഡ് നിങ്ങൾ അവസാനം ചെയ്യണം. കംഫർട്ടബിൾ ആയിട്ടുള്ള കാല് വേണം ആദ്യം മടക്കാനുള്ളത്. ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഈ മേലത്തെ മുട്ടും താഴത്തെ മുട്ടും ഒരേ ലൈനിൽ വരണം. രണ്ട് ബട്ടക്സിൻ്റെ രണ്ട് സൈഡും തൈസ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. വൺസ് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നിവർന്നിരിക്കുക. നമ്മളുടെ ഫേസ് നേരെ മുട്ടിൻ്റെ അവിടെ വരും. നിവർന്നിരുന്ന ശേഷം ഏത് കാലാണോ അടിയിലിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ റൈറ്റ് ലെഗാണ് താഴെ നിൽക്കുന്നത്, ആ കൈ മുകളിൽ വരിക. തലയുടെ പിന്നിലായിട്ട് ലെഫ്റ്റ് ഹാൻഡ് താഴെ കൂടെ എടുത്ത് കൈ രണ്ടും ക്രോസ് ചെയ്ത് പിടിക്കുക. രണ്ട് കൈയും സ്ട്രെച്ച് ചെയ്ത് വെച്ച് നിവർന്നിരിക്കണം. ഗോമുഖാസന. മുഴുവൻ ശ്രദ്ധയും നമ്മളുടെ ഹിപ്പ് റീജിയനിലായിരിക്കുക. കണ്ണടച്ച് നിവർന്നിരിക്കണം. വളരെ സാവധാനത്തിൽ കൈകൾ രണ്ടും റിലീസ് ചെയ്യണം. റിലീസ് ചെയ്തതിന് ശേഷം പതുക്കെ മുകളിലിരിക്കുന്ന കാല്, നമ്മളുടെ ഇടത്തെ കാല് സ്ട്രെയിറ്റ് ആക്കി വലത്തെ കാല് താഴോട്ട് നീട്ടിവെച്ച് നിവർന്ന് റിലാക്സ് ചെയ്തിരിക്കുക. റിലാക്സ് ചെയ്യുമ്പോൾ ബാക്ക് മസിൽസ് റിലാക്സ്ഡ് ആകും, അതുപോലെ തന്നെ വേസ്റ്റ് റീജിയൻ റിലാക്സ്ഡ് ആകും. ഈ രണ്ട് ഭാഗങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് റിലാക്സ് ചെയ്തിരിക്കുക. വളരെ പതുക്കെ കാലുകൾ ചേർത്ത് വെച്ച് നിവർന്നിരിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഗോമുഖാസന സയാട്ടിക്ക കംപ്ലയിൻറ്റിന്. ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ നല്ല പെയിൻ ഫീൽ ചെയ്യും. കാര്യമാക്കേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു റൗണ്ട് വെച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മളുടെ ആ ഒരു റേഡിയേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ നമുക്ക് റെഡ്യൂസ് ചെയ്ത് വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ആസന ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ സയാറ്റിക് പെയിനിൽ നിന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതുപോലെ കൈ വയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ ഷോൾഡർ കംപ്ലൈൻസിനും ഈ ആസനം നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.